ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വെക്കേഷനാണ് കേട്ടോ. പിന്നെ എക്സാംസൊക്കെ നടക്കുന്നതിന് കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ അങ്ങനെ അടുപ്പിച്ചിടാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് ഒരു ഔട്ടിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് ആണ്. അപ്പോൾ ഈവനിങ്ങിൽ ജസ്റ്റ് കോഫിയൊക്കെ കുടിക്കണേയൊക്കെ മുന്നേ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഇരുട്ടായിട്ട് പോകട്ടോ. വെയിൽ മാറിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെയിൽ മാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സമയത്ത് ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടായിരുന്നു. പിന്നെ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ പറക്കി മടക്കി വെച്ച് പിന്നെ കുറച്ച് ക്ലീനിങ് വർക്ക് ഉണ്ടായിരുന്നു. ക്ലീനിങ് എന്നും ഉള്ളതാണ്, എന്നാലും കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ടായിരുന്നു. എല്ലാ ഏരിയയും കവർ ചെയ്ത് ഇപ്പോൾ ഈ 4 ദിവസം കൊണ്ട് ഓരോ ഏരിയയും കബേർഡ്സ് അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് ക്ലീൻ ചെയ്ത് ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂള് ഈ വെക്കേഷൻ ഇപ്പോൾ പിള്ളേർക്ക് ഒരാഴ്ച 2 ആഴ്ച ഓഫാണ്. അത് കഴിഞ്ഞ് പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ ഈ തിരക്കാവുന്നതിനൊക്കെ മുന്നേ ഈ വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്തിറങ്ങുന്നതിനൊക്കെ മുന്നേ ഞാൻ പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്സ് ഉണ്ടാക്കി മുട്ട വെച്ചതിന് ശേഷം 1-2 ഷീറ്റ് ബാക്കി വന്നായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് മസാല മാത്രം വെച്ചിട്ട് റോൾ ചെയ്ത് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ്. എഗ്ഗില്ലാന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റായിരുന്നു. പപ്സിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ വെയിലാറിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ കുറച്ച് ഇങ്ങനെ ഗ്രില്ല് പോലെ, അതാണ് ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് മാത്രം ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളൊരു ഡിസ്കൗണ്ട് സെൻറ്ററിലാണ് കേട്ടോ കയറിയത്. 1-2 മോളിൽ കയറി, ബിക്കോസ് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടാണ്ടായപ്പോൾ ബാഗാണ് കേട്ടോ. എനിക്ക് ബാഗാണ് അന്വേഷിച്ച് പോയത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ബാഗും വലിപ്പം അതുപോലെ തന്നെ സിപ്പൊക്കെ കുറവുള്ളതുകൊണ്ട് ഈ ഷോപ്പിൽ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ പറക്കിയിട്ട് അങ്ങനെ അടുത്ത ഷോപ്പിൽ പോയി. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ്. അങ്ങനെ കുറച്ച് കത്തിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനത്തെ ഇങ്ങനെ ഷാർപ്പ് എഡ്ജുള്ള ചെറിയ കത്തികൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഭയങ്കര കംഫർട്ടബിളാണ് അതുകൊണ്ട് ഇങ്ങനെ അരിയാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. പക്ഷേ ഞാൻ ഇങ്ങനെ വളഞ്ഞ ടൈപ്പ് കത്തിയാണ് നോക്കിയത്. അപ്പോൾ അത് കിട്ടിയില്ല, എല്ലാം സ്ട്രെയിറ്റ് ആയിരുന്നു. പിന്നെ അത് ഇങ്ങനെ കുറേ ഡിസ്പ്ലേക്ക് വെച്ച കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ ഇത് കാണുമ്പോൾ. കാര്യം ഇങ്ങനെ മൂടി വയ്ക്കാൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാമെന്നല്ലാണ്ട് ഉള്ളിൽ ചൂടോ നിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല, ബിക്കോസ് അത്രയും ലൂസാണ് അതിൻ്റെ ലിഡൊക്കെ. പിന്നെ ഇത് ഇങ്ങനെ കുറേ വാൽക്കണ്ണാടി പോലെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ എടുത്ത് നോക്കിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതിന് ഏരിയ സ്റ്റിക്കർ വായിച്ച് നോക്കി മനസ്സിലായി കുക്കീസ് ഉണ്ടാക്കാൻ എന്തോ സംഭവമാണ്. അപ്പോൾ അത് നോക്കി. പിന്നെ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാനൊരു 1-2 സ്പ്രേ ബോട്ടിൽസ് വാങ്ങി. നമുക്ക് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ സ്റ്റേഷനറി ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റേഷനറിക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വാവയ്ക്കും മക്കൾക്ക് വേണ്ടി കുറച്ച് സ്റ്റേഷനറി ഒക്കെ വാങ്ങി. എത്ര സ്റ്റേഷനറി വാങ്ങിയാലും കഴിഞ്ഞു പോയി. ഇവർക്ക് ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ സ്റ്റേഷനറി ആവശ്യം വരും. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും ചെപ്പിലിട്ട് വെച്ച് ഭംഗിക്ക് ഇങ്ങനെ വെക്കാനായിട്ട്. പക്ഷേ ഗ്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മക്കൾ ചെറുതായതുകൊണ്ട് അത്രയും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴും കിച്ചണിലുണ്ടാവും ആരെങ്കിലുമൊക്കെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തു. കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവരൊക്കെ വലുതായിട്ട് നമുക്ക് വാങ്ങണം. അപ്പോൾ അത് ഇതേ നോക്കി നല്ല രസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ, ഉപ്പും പേപ്പറൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല പറ്റിയ ബോട്ടിൽസാണ്. കളർഫുള്ളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറച്ച് വന്നതല്ലേ എന്ന് ഓർത്ത് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയപ്പോൾ ഇവിടെ കുറേ ഫ്ലവർ പോട്ട്സ് ഉണ്ട്. പിന്നെ വാട്ടർ പോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുണ്ട് ഇട്ട് ഫിഷ് ടാങ്ക് പോലെയൊക്കെ പല ടൈപ്പിലും പല ഷേപ്പിലും പല സൈസിലും നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ സ്റ്റോൺസ്, കളർഫുൾ സ്റ്റോൺസ് ഉണ്ട്. പെബിൾസ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ പെബിൾസും സ്റ്റോൺസൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റ് ആണ് കേട്ടോ. ഫിൽസിലേ ഉള്ളൂ, 300 ഫിൽസ് 400 ഫിൽസ് അങ്ങനെ ഫിൽസിൽ ഫിഷ് ടാങ്ക് വാങ്ങുന്ന സമയത്തൊക്കെ ഇവിടുന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ പോട്ട്സ്, ചെടികൾക്ക് വേണ്ടി കുറച്ച് പോട്ട്സ് നോക്കാൻ പോയ സ്ഥലത്ത് ഇതേപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ പോട്ട്സും ചെറിയ പോട്ട്സും എല്ലാ ഷേപ്പിലുള്ള പോട്ട്സും കൂടി ഉണ്ടായിരുന്നു. സ്ക്വയർ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. പക്ഷേ ഉദ്ദേശിച്ച സാധനങ്ങൾ, അതായത് ടിഫിൻ ബോക്സ്, ബാഗ്, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്തൊരു ഷോപ്പിൽ കയറി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ്.